എനിക്കു വേറില്ലാശ ഒന്നുമൻ പ്രിയനെ പൊന്നുമുഖമെന്നു കണ്ടുകൊള്ളും ദാസൻ, പൊന്നുമുഖമെന്നു കണ്ടുകൊള്ളും ദാസി. മനസ്സലിവോടു നിൻ കരുണകളോരോന്നും എനിക്കിന്ന് നൽകുന്ന തെന്തുമാ സ്നേഹമോ, എനിക്കു നീ നൽകുന്ന തെന്തുമാ സ്നേഹമും. എൻ പ്രിയനെ എൻ്റെ കണ്ണുനീർ നിന്നുടെ പൊന്നുകാരം കൊണ്ട് എന്നു തുടച്ചിടും, പൊന്നുകാരം കൊണ്ടു എന്നു തുടച്ചിടും. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ അളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാനും ഒരു നല്ല വിശുദ്ധ ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥനകളുമായി ഞങ്ങളുടെ പാദപീഠത്തിലോട്ട് കടന്നു വരികയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്നുവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇറങ്ങിയ ദൈവമാ, ഞങ്ങളെ അത്ഭുതവും അതിശയമായി നടത്തിയ ദൈവമാ, അതോർത്തുള്ളെന്നറിഞ്ഞ് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. ഈ വിശുദ്ധ ദിവസത്തിലും ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കലാ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്താനും ഒക്കെ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ സൗഖ്യമാകുമാറാകണം. ഞങ്ങളുടെ രോഗികളോടെല്ലാം മനസ്സലിവ് കാണിക്കുമാറാകണം. ആമേൻ കർത്താവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം തന്നെ ഞങ്ങളെ പോറ്റി പുലർത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ്റെ മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ളവൻ്റെ മുൻപിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ അപ്പായെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുക കർത്താവേ. എത്ര വർണ്ണിച്ചാലും മതി വരില്ല. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഞങ്ങളെ മാനിച്ച് ജയകരമായി നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ. അവിടുത്തെ പൊന്നുകരം ചേർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തണമേ. അവിടുത്തെ വഴികളിൽ ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പൻ്റെ പൊന്നുപാത പിടിച്ച് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സന്നിധിയിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് നിശ്ചയമാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ആമൻ ജീവിപ്പാൻ സഹായിക്കുമാറാകണം. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പിന്നെയും ഞങ്ങളെ നടത്തുന്ന ദൈവം അവിടുന്ന് ആ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, വിദ്യാസമ്പന്നരാക്കി തീർക്കണമേ, ജയത്തോടെ വരെ നടത്തണമേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം കർത്താവ്. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തോളണം, നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ, അത്ഭുത വഴികളെ തുറന്നു കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. നിരാശപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ അപ്പാ. സ്തോത്രം സ്തോത്രം. ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാൻ അനുവദിക്കല്ലേ കർത്താവേ. തങ്കക്കരം ചേർത്ത് പിടിച്ചുകൊള്ളണമേ എന്നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി അത് ചെയ്യണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവ് സഹായിക്കും, നിശ്ചയമായും മാനിക്കും. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കും. ഭവനമില്ലാത്തവർക്ക് എൻ്റെ കർത്താവ് ഭവനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുക. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് നിറച്ച് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് സമാധാനത്തിൽ സൂക്ഷിക്കുന്നവർക്ക് സ്തോത്രം. യാത്ര പോകുന്ന ഞങ്ങളുടെ മക്കളെ സഹായിക്കുന്നതോർത്ത് നന്ദിയല്ല. യാത്രകളിലും കൂടി ഇരുന്ന എല്ലാവരെയും മാനിച്ചാട്ട് കർത്താവെ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചോണേ. ആപത്താനർത്ഥത്തിൽ എല്ലാവരെയും വിടുവിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടത് കൊടുത്ത് പോറ്റിപ്പുലർത്തുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്രം 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 കർത്താവെ. കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും
പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവെ. ഹാലേലൂയ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, മാനസാന്തരം നൽകണമേപ്പ. അവരെ ചൊല്ലി വേദനിക്കുന്ന സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവെ. അവരുടെ കണ്ണുനീരിനെ പൂർണ്ണമായിട്ടും ഒന്ന് തുടച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലഹരി പദാർത്ഥം പൂർണ്ണമായി ലോകത്തിൽ നിന്ന് മാറിപ്പോൻ സ്വർഗം സഹായിക്കണമേ. ഭരണകർത്താക്കളോടൊക്കെ കർത്താവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാത്ത, സമാധാനം അനുഭവിക്കാത്ത, സ്നേഹം ലഭിക്കാത്ത അനേക പ്രിയപ്പെട്ടൊരു കരയുന്നവരുണ്ടപ്പ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും എൻ്റെ അപ്പച്ചൻ്റെ പക്കലുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക. സ്വർഗം സഹായിക്കണമേ കർത്താവെ. ദൈവമായ കർത്താവെ, സമയം ഹാലിലെ രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും സമാധാനം അയക്കണേ കർത്താവെ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവരെ, തൈറോയിഡുള്ളവരെ, ആസ്മയുള്ളവരെ, അലർജി ഉള്ളവരെ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെ, ഉദര സംബന്ധമായ രോഗമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഫിക്സ് രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ കർത്താവെ. ഹാലലി അലർജിയും തൈറോയിഡും ആസ്മയും ഉള്ളവർ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ കർത്താവെ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, ഹാലലുയ്യ, ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ കർത്താവെ, ശരീരമാസകലം അതിവേദനയും കർത്താവ് നീർക്കെട്ടുമുള്ളവർ അപ്പാ, ഹാലലിയ, പുകച്ചലിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ തൊട്ട് സുഖപ്പെടുത്തണമേ. നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ തങ്കക്കരമൊന്ന് ചേർത്ത് വയ്ക്കണേപ്പാ. നീ മരുന്നാണ്, വൈദ്യനാണ്, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യമുണ്ടത് നിശ്ചയമാ. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ കർത്താവേ. ആമേൻ. ഇന്നും നീ ഹാലലിയ കുറുകാത്ത കരം എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സമാധാനത്തോടെ പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഓരോ കുടുംബത്തെയും ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. വസ്തു സംബന്ധമായ ചില പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവെ സ്തോത്രം. സ്വർഗത്തിലെ ദൈവമേ, കേസ് സംബന്ധമായി ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ദൈവം സകലത്തിനും ജയം തരുവാൻ മതിയായ ദൈവമാ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, അത്ഭുതങ്ങളെ ചെയ്യും, നിശ്ചയമായി മാനിക്കും. ഹാലലുയ കർത്താവെ സ്തോത്രം. അങ്ങനെ സമാധാനമില്ലാത്ത എല്ലാ ജീവിതങ്ങൾക്കും സമാധാനം നൽകണമേ. ആമേൻ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം സ്വർഗത്തിലെ കലവറ തുറന്ന് സ്വർഗം ഓർക്കും മതിയാവുകളും കൊടുത്ത് നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപതാ കർത്താവ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.